കോൺവെൻറ്റിൽ സിസ്റ്റർമാർ വെച്ച് തന്നതാണ് ഈ വീട്. ഇത് ഇടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇതിൽ താമസിക്കാൻ ഒക്കത്തല്ല. ഇവിടെ ഈ കൊച്ച് കട്ട ഫുള്ള് പോലും ഇല്ല. മൊത്തം അപ്പുറത്തൂടെ എല്ലാം ചേരയും മാമും എല്ലാം കയറി വരും പെരക്കകത്ത്. തൊഴിലുറപ്പിന് പോകുമ്പോൾ ചേർത്ത് കൊടുത്ത് പൈസ മേടിക്കും, ചൂലുണ്ടാക്കും, അങ്ങനെല്ലാം ഞാൻ കഴിയുന്നു. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പഴയ തുണികൾ കൊണ്ട് മറച്ച് മേൽക്കൂര പോലുമില്ലാത്ത ശൗചാലയവും ടിൻഷീറ്റും ടാർപ്പയും കൊണ്ടുള്ള മേൽക്കൂരയുള്ള ഒറ്റമുറിയിൽ കഴിഞ്ഞു വരുന്ന ഒരു കുടുംബത്തിന്റെ ദുരിതജീവിതം അധികൃതർ കാണണം. കൊല്ലം ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ആലക്കുന്ന് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ബിനുവും 2 പെൺമക്കളും കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരു വീടിനായി കയറിയിറങ്ങാൻ ഇനി ഒരു സർക്കാർ ഓഫീസും ബാക്കിയില്ല. ഒടുവിൽ പുനലൂരിൽ നടന്ന നവകേരള സദസ്സിലും വീടിനായി അപേക്ഷ നൽകിയെന്ന് ബിനു പറയുന്നു. അതിലും ഫലമൊന്നും ഉണ്ടായില്ല. ആരെങ്കിലും ഈ മഴ ചോരാതെ നടക്ക ഒരു കൊച്ചു വീട്, വേറൊന്നും വേണ്ട. 20 വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ബിനു വീട്ടുജോലിയും തൊഴിലുറപ്പിനും പോയാണ് ബിനുവിന്റെ 2 പെൺമക്കളെയും വളർത്തിയത്. സ്വന്തമായി 7 സെന്റ് വസ്തുവുള്ള ബിനുവിന് 25 വർഷങ്ങൾക്ക് മുൻപ് സമീപത്തെ മഠത്തിലെ കന്യാസ്ത്രീകൾ ഒരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് ഇടിമിന്നൽ ഏറ്റ ഈ വീട് തകരുകയും പിന്നീട് വാസയോഗ്യമല്ലാതെയായതോടെ ബിനുവും 2 പെൺമക്കളും ദുരിത ജീവിതത്തിലായി. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ സിമന്റ് കട്ട കൊണ്ട് ഒരു മുറി കെട്ടുകയും ടിൻഷീറ്റ് പാകി മേൽക്കൂര നിർമ്മിക്കുകയും ചെയ്തു. ഈ ഒറ്റമുറിയിലാണ് ഇവർ കഴിഞ്ഞു വരുന്നത്. ടിൻഷീറ്റ് കാലപ്പഴക്കം കൊണ്ട് നശിച്ചതോടെ മഴവെള്ളം പൂർണ്ണമായും മുറിയിലേക്ക് വീഴും. ടിൻഷീറ്റിന്റെ മുകളിൽ ടാർപ്പ വിരിച്ചുവെങ്കിലും മഴ പെയ്താൽ ഇപ്പോഴും വെള്ളം അകത്ത് തന്നെയാണ് വീഴുന്നത്. ഇത്തരത്തിൽ ദുരിതജീവിതത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നേരെ അധികാരികൾ കണ്ണു തുറക്കേണ്ടതാണ്. പഴയ തുണികൾ ഉപയോഗിച്ച് ചുറ്റും മറച്ച് മേൽക്കൂര പോലുമില്ലാത്ത ശൗചാലയമാണ് ഈ കുടുംബത്തിനുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ ഇത് കാണണം. ഇനിയെങ്കിലും ഈ കുടുംബത്തോട് കരുണ കാട്ടണം. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. ആരും തന്നിട്ടില്ല. രാജു MLA സാറിന്റെ വീട്ടിൽ പോയി, സുഭാഷ് സാറിന്റെ വീട്ടിൽ പോയി, പഞ്ചായത്തിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, ആരും തന്നില്ല എനിക്ക്. ഞാൻ വല്ല വീട്ടിലും പോയി കഷ്ടപ്പെട്ട് കിട്ടുന്നത് കൊണ്ടാണ് കഴിയുന്നത്. എൻ്റെ ഭർത്താവ് 1 രൂപ പോലും എനിക്ക് തരത്തില്ല. ഞാൻ ഈ 2 കൊച്ചുങ്ങളെയും കെട്ടിച്ച് ഇപ്പം ഗർഭിണിയാണ്, വിളിച്ചുകൊണ്ട് വന്ന് എവിടെ താമസിപ്പിക്കും?